ചേന്നമംഗളൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 2000 മുതൽ 2025 വരെയുള്ള സയൻസ് ബാച്ചുകളുടെ സംഗമവും സർവീസിൽ നിന്ന് പിരിയുന്നവർക്കുള്ള യാത്രയയപ്പ് സമ്മേളനവും വൈവിധ്യങ്ങളാൽ വർണ്ണാഭമായി. സയൻസ് ഷെഡ് ഉദ്ഘാടനം ലിൻഡോ ജോസഫ് MLA നിർവഹിച്ചു. ഫദില ഹുസൈൻ മറ്റ് വേദിയിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ, സ്നേഹം നിറഞ്ഞ പൂർവ്വ വിദ്യാർത്ഥികളെ, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാർ, സയൻഷ്യ 2025 എന്നതിനെ സംബന്ധിച്ച് ആമുഖമായ വിവരണം അലുമിനി അസോസിയേഷൻ്റെ പ്രസിഡന്റും പ്രിൻസിപ്പളും ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഞാനും ഇതിൻ്റെ ഒരു ഭാഗവാക്കാണ്. പ്രിൻസിപ്പൽ ഇ അബ്ദുൾ റഷീദ് അധ്യക്ഷത വഹിച്ചു. മാധ്യമം മീഡിയ വൺ ഗ്രൂപ്പ് എഡിറ്റർ ഒ അബ്ദുൾ റഹ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി. വളരെ സവിശേഷമായ ഒരു പരിപാടിയാണ്. ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് ബഹുമാനമായ MLA ഉദ്ഘാടനം ചെയ്യുന്നത്. പരീക്ഷയുടെ എല്ലാവിധ തിരക്കുകൾക്കും നൂലാമാലകൾക്കുമിടയിൽ ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിക്കുന്നത് ഇതിൻ്റെ സ്ഥാപനം വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും നൽകുന്ന സമൂഹം പെടാപാടുപെട്ടതിനെ മനസ്സാക്ഷിയാണ്. സ്കൂൾ മാനേജർ സുബൈർ കൊടപ്പന, കൗൺസിലർ സാറ കൂടാരം, PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഉമ്മർ പുതിയോട്ടിൽ, ഇസ്ലാഹിയ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് K. സുബൈദ ടീച്ചർ, ഇസ്ലാഹിയ അസോസിയേഷൻ കമ്മിറ്റി അംഗം KT മുർഷിദ്, പ്രധാനാധ്യാപകൻ UP മുഹമ്മദ് അലി, T. അബ്ദുള്ള മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. വേദിയിൽ മന്ന ഫാത്തിമയുടെ ചിത്രങ്ങളുടെ പുസ്തകവും അബ്ദു അഫ്രിയുടെ ഇംഗ്ലീഷ് കവിതാ സമാഹാരവും പ്രകാശനം ചെയ്തു. കുന്നിൽ തെളിഞ്ഞ നക്ഷത്രങ്ങൾ എന്ന സുവീനിയർ മുൻ പ്രിൻസിപ്പൽ T. അബ്ദുള്ള മാസ്റ്റർ KT റാസി അബ്ദുള്ളയ്ക്ക് നൽകി പ്രകാശനം ചെയ്തു. അലൂമിനി പ്രസിഡന്റ് അജ്മൻ ആരത്താൻ സ്വാഗതവും സയൻഷ്യ 2025 വൈസ് പ്രസിഡന്റ് ഫദീല ഹുസൈൻ നന്ദിയും പറഞ്ഞു. വൈകിട്ട് നടന്ന യാത്രയയപ്പ് സമ്മേളനം ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾ നിർമ്മിച്ച മാനവീകം സ്റ്റേജിന്റെ ഉദ്ഘാടനവും അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ MP ഉദ്ഘാടനം ചെയ്തു. മഹത്തായ മനോഹരമായ ഒരു വേദിയാണ് ഉദ്ഘാടനം ചെയ്തത്. ഹാരിസ് ബീരാൻ MP ഏകദേശം 10 ദിവസമായിട്ട് ഞങ്ങൾ ഏത് രീതിയിലാണ് നമ്മളൊരു ഹർജി സുപ്രീം കോടതിയിൽ ഉണ്ടാക്കേണ്ടതെന്നുള്ള പണിപ്പുരയിലായിരുന്നു. അതുകൊണ്ട് അത് പണി തീർന്നതാണ്. ഇനിയിപ്പോൾ അത് നമ്മൾ എത്രയും പെട്ടെന്ന് സുപ്രീം കോടതിയുടെ മുന്നിൽ കൊണ്ടുവരികയും പിന്നെ അതിൻ്റെ സുപ്രീം കോടതി എങ്ങനെയാണ് ഈ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നിയമത്തെ നോക്കിക്കാണുന്നതും അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും സുപ്രീം കോടതി നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടതും എന്നുള്ളൊരു ചർച്ചയിലാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഏകദേശം 2 മണിക്ക് കോഴിക്കോട് കരിപ്പൂരിൽ ഇറങ്ങിയപ്പോൾ 3 മണിയുടെ വിമാനത്തിൽ ഡൽഹിയിലേക്ക് പോകാൻ കുഞ്ഞാലിക്കുട്ടി സാഹിബും ETയും എല്ലാം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ കപിൽ സിബലിനെ കാണുക എന്നുള്ളതാണ് ലക്ഷ്യം. എൻലൈറ്റ് ന്യൂസ് മുക്കം.